നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമുക്കിന്നും പതിവ് പോലെ കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ നല്ലൊരു ചൂടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ടത്തെ ചായയ്ക്ക് എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കിയ ഒരു പലഹാരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മിക്സ്ചറോ ബിസ്ക്കറ്റോ റസ്കോ എന്തൊക്കെയോ ചില ബേക്കറി ഐറ്റംസ് ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വൈകുന്നേരം ചായയ്ക്ക് എന്തെങ്കിലും ഒരു പുതിയത് ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ ഉണ്ടാക്കുന്നതിന് എന്താന്നീ വിരോധം? സാധനങ്ങളൊക്കെ ഉണ്ട്, സമയമുണ്ട്. മാത്രമല്ല അതെല്ലാം വളരെ രുചിയോടെ കഴിക്കുന്ന ആൾക്കാരും അതിന് പറ്റിയ കുട്ടികളോ ഭർത്താവോ മക്കളോ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു രസമല്ലേ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പുതിയതെന്ന് പറയാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഏത്തക്ക കൊണ്ടാണ് കേട്ടോ ഈ വിഭവം. ഏത്തക്ക വറക്കാറുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വെണ്ണയിൽ നാലാക്കി കീറിയും വറക്കും, അതുപോലെ വട്ടത്തിലുമൊക്കെ വറക്കും. അങ്ങനെ പതിവുണ്ട്. പിന്നെ ചിലർ ഉള്ളൊക്കെ അങ്ങനെ പഴുക്കാൻ തുടങ്ങുന്ന കായും പഴം വറുത്തിട്ട് എന്നുള്ള പേരിൽ ഞാൻ വറുത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ വറുത്തിട്ടില്ല, എങ്കിലും ഞാനത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇന്ന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ ഇരിക്കുന്നത്, പച്ചക്കറികൾ നോക്കിയപ്പോൾ ഉച്ചയ്ക്ക് കൂട്ടാൻ വയ്ക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോൾ ഒരു 3-4 കായ ഇരിക്കുന്നു. കുറച്ച് നേരത്തെ വാങ്ങിച്ചതാണ്. അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എടുക്കാൻ അങ്ങ് വിട്ടുപോയി. അപ്പോൾ തൊലിയൊക്കെ ഒരു കറുപ്പായി. അതെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വയ്ക്കണം. ഒരു ദിവസം മെഴുക്കുരുട്ടിയൊക്കെ വയ്ക്കാം. എന്നാലും ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചു. ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ ഏത്തക്ക കൊണ്ടൊന്നൊരു പുതിയ വിഭവം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. ആ കായ് കളയുകയും വേണ്ട, രുചിയായിട്ട് ആൾക്കാർ വീട്ടിലുള്ളവർ കഴിക്കുകയും ചെയ്തോട്ടെ. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ചെണ്ടമുറിയനായിട്ട് ആ കായ അങ്ങ് മുറിച്ചു, എന്നിട്ട് തൊലി അങ്ങ് കളഞ്ഞു. അതായത് ഒരു അവിയലിൻ്റെ കഷ്ണത്തിന് പാകമുള്ള വലുപ്പമുണ്ടാവും. എന്നിട്ട് അതിനെ നെടുക ഇങ്ങനെ ഒന്ന് പൊളിച്ചു 3 കഷ്ണാക്കി, നടുക്ക് ഒന്നുകൂടെ പൊളിച്ചു, അത് 3 കഷ്ണാക്കി, പിന്നത്തെ 3 അത് 3 കഷ്ണം. അപ്പോൾ 9 കഷ്ണം ഉണ്ടാവും ഒരു ഏത്തക്കായുടെ ഒരു 1/3 ഭാഗം അങ്ങോട്ട് കീറുമ്പോൾ. അങ്ങനെ ഒരു കായുടെ മുഴുവനും കീറിയപ്പോൾ എത്രയായി? 3 കായിൻ്റെ. അപ്പോൾ 9 × 3 27 പീസുകൾ. ആ 27 പീസുകൾ എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു പക്കാവട ഉണ്ടാക്കാം. ഏത്തക്ക കൊണ്ടൊരു പക്കാവട. ആ പക്കാവട ഉണ്ടാക്കാൻ വേണ്ട വിഭവങ്ങൾ ഞാൻ ചെയ്ത കാര്യം പറയാം. ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 2 സ്പൂൺ റവയും കൂടെ ഇട്ടു. പിന്നെ 2 സ്പൂൺ മൈദയും ഇട്ടു. പിന്നെ 2 സ്പൂൺ കടലമാവും ഇട്ടു. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 സ്പൂൺ കടലമാവ്, 2 സ്പൂൺ റവ, 2 സ്പൂൺ മൈദ. ഇത് മൂന്നും അങ്ങനെ മിക്സിയിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇതിനകത്ത് സ്വീറ്റ് പറ്റില്ല. എന്തെങ്കിലും പക്കാവടയ്ക്ക് ആകുമ്പോൾ നല്ലോണം ഉപ്പും മുളകും കായവും വേണം. അപ്പോൾ അച്ചാർ പൊടി ഓൾറെഡി ഇരിപ്പുണ്ട്. വേഗം 1 സ്പൂൺ അച്ചാർ പൊടി ഇട്ടു കഴിച്ചു. ഈ സ്പൂൺ മുളക് പൊടി എടുക്കണ സ്പൂൺ ചെറുതാണ് കേട്ടോ. ആ ചെറിയ സ്പൂണിൽ ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. അല്പം കായം കുറച്ച് മുൻപ് നിൽക്കണം. അതിന് വേണ്ടി അല്പം കൂടി 1/2 സ്പൂൺ കായപ്പൊടി വേറെയും ഇട്ടു. എന്നിട്ട് ഞാൻ പൊതുവെ അതൊന്ന് മിക്സിയിൽ വെറുതെ ഒന്ന് കറക്കി നോക്കി. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി. അത്രേ ഉള്ളൂ. അതിനെ അവിടെ വെച്ചു. പിന്നീട് അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി തൊണ്ട് പൊളിച്ച് അതും അരിഞ്ഞിട്ടു. 2-3 കറിവേപ്പിൻ്റെ ഇല അതും ഊർത്തി അതിലേക്കിട്ടു. ഈ കായ ഞാനപ്പം നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. വേഗം തന്നെ ആ കായെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ലേശം ഉപ്പ്, ഇങ്ങനെ ഒരു പിഞ്ച് ഉപ്പ് ആ കായയിലേക്ക് മാത്രം വേണ്ടത്. ഒന്നിങ്ങനെ കൈ കൊണ്ട് തിരുമ്മി പൊടിച്ച് അതും അവിടെ വെച്ചു. എന്നിട്ട് ഈ ഉള്ളിയും കറിവേപ്പില കൂടി ചേർത്ത് ഇത് ഒന്നുകൂടെ അങ്ങോട്ട് കറക്കി. അപ്പോൾ എല്ലാം പൊടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു കഷ്ടിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഈ മിക്സിയിലേക്ക് ഒഴിച്ച് അത് അസലായിട്ടൊന്നും അങ്ങോട്ട് അരച്ച് അതൊരു ബൗളിലേക്ക്, ഒരു ചെറിയ ചരുവത്തിലേക്ക് ആ മസാലക്കൂട്ട് അങ്ങോട്ട് ഒഴിച്ച് വെച്ചു.
നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഉപ്പ് പാകമാണ്, മുളകും പാകമാണ്, എല്ലാം കൂടെ വന്നേക്കാണ്. അപ്പോൾ പിന്നീട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പപ്പടം കാച്ചാനൊക്കെ നമ്മളെടുക്കുന്ന അത്രയ്ക്ക് വെളിച്ചെണ്ണ അങ്ങ് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു. അത് മൂത്ത് വന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം ഈ കഷ്ണങ്ങൾ ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഇതിലേക്ക് വരാവുന്ന വിധത്തിൽ ആ എണ്ണയിലേക്ക് ഇടാവുന്ന വിധത്തിലുള്ള കഷ്ണം മാത്രം എടുത്ത് ഈ മാവിലേക്ക് മൊത്തം അങ്ങോട്ട് ഇട്ടു. മൊത്തമിട്ട് ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞപ്പോൾ കൈകൊണ്ടൊന്ന് പുരട്ടി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതും എല്ലാം പുരണ്ട് കുറേശ്ശെ ശക്കലം ഇതിനിടയ്ക്ക് ശക്കലം സോഡാപ്പൊടി കൂടി ഇട്ടു കേട്ടോ. കാരണം ഇതൊന്ന് പൊങ്ങോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് കരുതി എല്ലാം കൂടെ ഇളക്കി വെച്ചിട്ടുള്ള ഈ മാവ് ഈ കായ കഷ്ണത്തുമ്മയൊക്കെ കുറേശ്ശെ പിടിച്ചു, മാവ് പിടിച്ചു, ബജ്ജിയൊക്കെ ഉണ്ടാക്കണ പോലെ പിടിച്ചു. അത് കഴിഞ്ഞ് എണ്ണ മൂത്തപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ എണ്ണ അങ്ങോട്ട് വാരിയിട്ട് അതൊരു കട്ടയായിട്ടേ അവിടെ കിടക്കുള്ളൂ. അത് നമുക്ക് എടുക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഇടുന്ന കഷ്ണങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ, നമ്മളൊരു പപ്പടം കാച്ചാൻ വേണ്ട അത്രമാത്രം വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണയിലേക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇടും. ഒരെണ്ണ ഇടും, ഇട്ട് കഴിഞ്ഞാൽ അടുത്തിടും. ഇങ്ങനെ ഓരോന്ന് പറക്കിയിട്ട് അതിൽ ഇളക്കാൻ പറ്റണ വിധത്തിൽ ആകെ നമുക്ക് ഏതായാലും 27 കഷ്ണമല്ലേ എളുപ്പമുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 6-7 കഷ്ണം ഇരുന്ന വിധത്തിൽ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഈ പാത്രം വെച്ചു ഇതെടുത്തിട്ട് കണ്ണാപ്പെടുത്തിട്ട് ചെറിയ കണ്ണാപ്പെടുത്തിട്ട് പതുക്കനെ ഇളക്കി നോക്കി. അതിങ്ങനെ കിടന്ന് ഇതാവുണ്ട്, പൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടൊക്കെ മൂക്കണുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ടു, വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ടു, ഇളക്കിയെടുത്തു. അങ്ങനെ ഞാൻ ഈ ഒരു കായിൻ്റെ എല്ലാ പീസും കഷ്ണങ്ങളും ഇതിൽ ഈ മാവിൽ വറുത്തെടുത്ത് പ്ലേറ്റിലേക്ക് അവിടെ മാറ്റി വെച്ചു. ഒരു കാസറോളിലേക്ക് മാറ്റി അവിടെ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ ഈ മാവ് വീണ്ടും ഉണ്ട് മാവുണ്ട് ഇതിൽ. മാത്രമല്ല ഈ നിറം മാറിയിട്ടുള്ള കായ് ഇരിക്കണ്ട, കായിൻ്റെ തൊണ്ട് നമ്മൾ കായല്ലേ, അതിൻ്റെ തൊണ്ട് നമുക്ക് കൊള്ളില്ല. വീണ്ടും അടുത്ത കായെടുത്ത് തൊണ്ട് കളഞ്ഞ് ഈ പറഞ്ഞ പോലെ 3 ചെണ്ടമുറിയും കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് ഇതേപോലെ കീറി വീണ്ടും ഒരു 27 കഷ്ണം. ആ 27 കഷ്ണവും ഞാനിത് ഈ മാവിലേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ മാവ് കറക്റ്റ് പാകമാണ്. ഇനി മാവ് ബാക്കി വരില്ല, എല്ലാം ഇതുമ്പോൾ തന്നെ പെരട്ടി കൊണ്ട് എടുക്കാൻ പറ്റും. നോക്കുമ്പോൾ വെളിച്ചെണ്ണ എങ്ങനെ കുറച്ചുകൂടി ഒഴിക്കണോ സംശയം, നോക്കട്ടെ എന്ന് വെച്ചാൽ വീണ്ടും ഒരു 5-6 കഷ്ണം ഇടും. വേഗം മൂത്ത് കിട്ടുന്നുണ്ട്. ആ കായം ഇതും മാവും കൂടി മൂത്ത് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഒടുവിലത്തെ ആയി കഴിഞ്ഞപ്പോഴത്തെ കഷ്ടിയും തോന്നിയപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ആ കഷ്ണം കൂടെ വറുത്തെടുത്തു. ഒരു കാസറോള് നിറയെ 2 കായ് കൊണ്ട് ഉണ്ടാക്കിയ പക്കാവട, ഏത്തക്ക കൊണ്ടൊരു പക്കാവട. ഇതിൻ്റെ തൊണ്ടിന് ഫ്രിഡ്ജിലിരുന്നിട്ട് കറുപ്പ് നിറം വന്നുകൊണ്ട് നമുക്ക് തൊണ്ടോട് കൂടിയിട്ട് ഒന്നും ചെയ്യല്ല. മെഴുകുരട്ടി ആണെങ്കിൽ തൊണ്ടില്ലാതെ കണ്ട് കായ തന്നെ വയ്ക്കാം, എന്നാലും തൊണ്ടോട് കൂടി അച്ചിങ്ങയും കായും കൂടെ വെക്കണം ആ സുഖം. അപ്പം തൊണ്ട് പോകണം. തൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കായ എടുക്കാവുന്ന കാളം വയ്ക്കാൻ വയ്ക്കല്ലേ. കാളം വയ്ക്കപ്പോൾ അത്രയ്ക്ക് മോര് സ്റ്റോക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് ഈ കായ കളയാനും പറ്റില്ല. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഏത്തക്ക കൊണ്ടൊരു പക്കാവട ഞാൻ ഉണ്ടാക്കി. 2 കായിന് ഉണ്ടാക്കി. ആകെ 3 കായാണുള്ളത്. ഒരെണ്ണം കറുത്ത തൊണ്ടായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. ഒരു 2 കായിൻ്റെ പക്കാവട, ഇത്ര നീട്ടമുള്ള അവിയലിൻ്റെ കഷ്ണം പോലെ ഇത്രയ്ക്ക് നീട്ടമുള്ള പക്കാവടകളെ എല്ലാം വേർപെട്ട് കിട്ടി വറുത്ത് കോരി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു. ഒരെണ്ണം ഞാനൊന്ന് തിന്നു നോക്കിയിട്ടു. ആദ്യത്തെ പ്രാവശ്യം വറുത്ത് കോരിയപ്പോൾ തന്നെ ഞാനൊരെണ്ണം തിന്നു. കാരണം ഇതിനകത്ത് ഉപ്പ മുളകോ മറ്റെന്ത് വികാരമൊക്കെ ഉള്ളതെന്ന് നമുക്ക് അറിയണ്ടേ. പോരായ്മ വല്ലതും ഉണ്ടെങ്കിൽ കൂട്ടണം, അധികമായിട്ടൊന്നുണ്ടെങ്കിൽ ഒന്ന് ശമിപ്പിക്കാൻ വല്ലതും ചെയ്യണം. പക്ഷെ ഒന്നുമില്ല, ഇട്ടപിടി തന്നെ കയ്യിനില്ല ഒരു കണക്ക് അങ്ങോട്ട് വെച്ച് കീറി. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു പക്കാവട. കാണിച്ചു തരാം. ഇതാ ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു പക്കാവട. ഓരോന്നിങ്ങനെ എടുക്കുമ്പോൾ ഓരോ കഷ്ണം ഇതുപോലെ വരും. ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് എടുക്കാം. നമുക്ക്
വറുത്ത് കോരി ഇതുപോലെ വരും. ഇതിപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തു കേട്ടോ. അമ്മുക്കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. അമ്മുക്കുട്ടി വന്ന് കുറച്ചെടുത്തോണ്ട് പോയി. പിന്നെ ഊണ് കഴിക്കാൻ നേരത്ത് ഞാൻ നീലഞ്ചേട്ടൻ്റെ ഉണ്ണാൻ വന്നപ്പോൾ 5-6 അദ്ദേഹത്തിനും കൊടുത്തു. കണ്ടുപോയിക്കല്ലോ. പിന്നെ തീപ്പാത്രത്തിലാക്കി ഞാൻ കൊണ്ടുവന്നേക്കാം. ഇനിയിപ്പോൾ ഈ നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വരണവർക്ക് കൊടുക്കാം. ഇത് ഒരു കപ്പങ്ങ ചെറുത് പഴുത്തവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തിനാ അലങ്കാരം കുറയ്ക്കണേ? ഞാനിത് സൈഡിലേക്ക് മാറ്റി ആ കപ്പങ്ങ അങ്ങ് നെടുകെ പൊളിച്ചു ഒരു ഭാഗത്തുള്ളതിനെ അങ്ങോട്ട് കീറി മുറിച്ചു. 2 കറിവേപ്പിൻ്റെ തണ്ടു അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് കടത്തി വെച്ചു. ഇപ്പോൾ കേമായില്ലേ എൻ്റെ ഏത്തക്ക കൊണ്ടൊരു പക്കാവട അലങ്കാരവും പക്കാവടയും എല്ലാം സുഖമായില്ലോ. ഇനിയിപ്പോൾ ഒന്ന് കഴിച്ചു നോക്കൂ. ഞാൻ കഴിച്ചു നോക്കി. പാകത്തിനാണ്. ഉപ്പും മുളകും കായും ഒക്കെ ഉണ്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. നമ്മൾ ഏത്തക്ക കൊണ്ട് ബജ്ജി ഉണ്ടാക്കണു, വറക്കണു, പഴം പറക്കണു, പലതും ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പോൾ പച്ചക്കായ കിട്ടി നമുക്ക് തൊണ്ട് മാറ്റി എന്തെങ്കിലും ചെയ്യണം എന്ന് വരുമ്പോൾ ഉള്ളിലെ കാമ്പ് മാത്രം മതി ഇതിന്. അപ്പം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പലഹാരമാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ അത് നല്ലതാണ്. ഏത്തക്ക കൊണ്ടൊരു പക്കാവട, ഏത്തക്ക വച്ചൊരു പക്കാവട. ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ ആഴ്ചയിലെ കലയരങ്ങിലേക്ക് എൻ്റെ പാചകം, എൻ്റെ കോൺട്രിബ്യൂഷൻ. ഏത്തക്ക വച്ചൊരു പക്കാവട. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ പലഹാരം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കൊരു തോന്നൽ കേട്ടോ. ചിലരുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാക്കിയിട്ടുള്ളവരൊന്നുകൂടെ ഉണ്ടാക്കാൻ നോക്കും. ഇല്ലാത്തവരെ ഒരു ഏത്തക്കായ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഒരു ചെറിയ വീട്ടിലേക്ക്, ചെറിയ വീട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മിക്ക വീടുകളിലും പ്രായമായവർ 2 പേരല്ലേ ഉള്ളൂ. കുട്ടികളൊക്കെ അങ്ങനെ ഓരോരോ വഴിയൊക്കെ പോയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാർദ്ധക്യത്തിൽ പ്രായമായിട്ടുള്ളവർ തമ്മിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഒന്നും തമ്മിൽ പറയാനുള്ള കഥകളില്ല. കഥകൾ പറയാൻ നേരമില്ല. 2 പേരും ജോലി പോകണം. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഓട്ടങ്ങളൊക്കെ നിലച്ചു. പെൻഷനായി. എന്തെങ്കിലും ഇത്തിരി വല്ലതും ചൂടാക്കി കഴിച്ച് കുടുംബത്തിൽ അങ്ങനെ ഇരിക്കുക. സത്യം യാത്ര പോവുകയാണെങ്കിൽ അതും സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മധുവിധുവിൻ്റെ ഒരു പുതിയ പതിപ്പ് വാർദ്ധക്യത്തിൽ. മുത്തശ്ശനും മുത്തശ്ശിയായപ്പോഴുമുള്ള ഈ മധുവിധുവിന് സ്വകാര്യമായിട്ട് പറയാൻ ഞാൻ എന്താണെന്നോ പറയണേ കുട്ടികൾക്കിടയിൽ. എൻ്റെ അച്ഛനും അമ്മയും അവർക്കിപ്പം മുതുവിധു അല്ലേ? ശരിയാണ്. നമ്മൾക്കൊക്കെ ഇപ്പം മുതുവിധുവാണ്. ഈ മുതുവിധു കുടുംബത്തിലേക്ക് ഈ ഒരേത്തക്കായ മതി വൈകുന്നേരത്തെ ചായക്ക്. ഈ 10-27 കഷ്ണം ഉണ്ടെങ്കിൽ 2 ആളും മാത്രമല്ലേ ഉള്ളൂ. വേറെ ആരും ഇല്ലല്ലോ. 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി വെച്ചു, നടുക്ക് ഇതും വെച്ചു, പറക്കി തന്നു. ചായ കൂടി സുഖമായി. അപ്പോൾ മുതുവിധു ഭവനത്തിലേക്കൊരു ചായ പലഹാരം, ചെറുകടി. നിങ്ങൾ മറ്റുള്ളവരോട് പറയൂ, ഉണ്ടാക്കാൻ ശ്രമിക്കും. തീരെ ബുദ്ധിമുട്ടില്ല. എല്ലാം പൊടികൾ ഇട്ട് അങ്ങോട്ട് ഇതാക്കി ചേർത്തു. ഈ ഉള്ളി വേണം കേട്ടോ. ഉള്ളിയുടെ ഒരു ചെറിയ സ്വാദ്, അത് ഇതിനൊരു പ്രത്യേക സ്വാദ്. ഓർക്കുക, ഉള്ളി വേണം. ഒറ്റയ്ക്ക് എടുത്തിടണം എണ്ണയിലേക്ക്. കട്ട പിടിച്ചാൽ ഒരു സുഖമല്ല. ഇത് ഓരോന്നും ഇങ്ങോട്ട് പറക്കി എടുക്കാം. പറക്കി കിട്ടും. മൂത്തിങ്ങോട്ട് വരുമ്പോൾ ജെല്ല് നിന്ന് ശബ്ദമാകുമ്പോൾ അങ്ങോട്ട് കോരിയെടുക്കാം. അപ്പം ഇന്നത്തെ ചായയുടെ ചെറുകടി ഏത്തക്ക വച്ചൊരു പക്കാവട. എല്ലാവർക്കും നന്ദി.